ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 120 ബാബ് തുടരുകയാണ്. കിതാബു തൗഹീദിൽ നിന്നുള്ള ഭാഗം. വഅൻ ഉമറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്ന മറിയമ, നിങ്ങൾ നസ്വാറാക്കൾ മറിയമിൻ്റെ പുത്രനെ, അതായത് ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ്. ഫഖൂലു, അതിനാൽ നിങ്ങൾ പറയൂ, അബ്ദുല്ലാഹി, അള്ളാഹുവിൻ്റെ ദാസനും, വ റസൂലുഹു, അവൻ്റെ ദൂതനും എന്ന്. അഖ്റജാഹു, അതായത് അവർ രണ്ടുപേരും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും പുറപ്പെടുവിച്ച ഹദീസാണ്. ഇവിടെ അധ്യായത്തിൻ്റെ പേരെന്താണ്? മനുഷ്യരുടെ കുഫറിൻ്റെ കാരണം സ്വാലിഹ്യങ്ങൾ സജ്ജനങ്ങളുടെ വിഷയത്തിലുള്ള ഉണ്ടായ ഒഴിവ്, അമിതത്വം, അതിര് കവിച്ചിൽ ആണ് എന്നതാണ്. ആ ബാബാണ് തുടരുന്നത്. ഇനി ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ നിന്നുള്ള ഭാഗം തുടരുകയാണ്. ഖൗലുഹു, അദ്ദേഹത്തിൻ്റെ വചനം, നബി വചനം. വഅൻ, ഇവിടെ നബി വചനം എന്നുള്ള അർത്ഥത്തിലല്ല, കിതാബിലെ വചനം. വഅൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. അൽ മുറാദു ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം ഉമർ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അൽ അദവി അൽ ഖുറശി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരാണ് അംർ ഇബ്നു നുഫൈൽ. സാനി അൽ ഖുലഫാ ഇർ റാഷിദീൻ, ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ രണ്ടാമൻ. വ അഫ്ദലു ഹാദിഹിൽ ഉമ്മത്തി ബഅദ അബീ ബക്കർ അസ്സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി. റളിയല്ലാഹു തആല അനിൽ ജമീഅ, അവരെല്ലാവരെ തൊട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ. ഫഹുവ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലദീ അഅസ്സ അല്ലാഹു ബിഹി അൽ ഇസ്ലാം വൽ മുസ്ലിമീന, അദ്ദേഹമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്സത്തുണ്ടാക്കി, പ്രതാപമുണ്ടാക്കി. വഫതഹ അല്ലാഹു അലാ യദൈഹി അൽ ഫുതുഹാത്തി ഫിൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കും പടിഞ്ഞാറും അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈക്ക് വിജയങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിന്. ഹത്തത്തസാഅത്ത് റുക്അത്തുൽ ഇസ്ലാമി ഫിൽ അർദ്, ഏതുവരെ എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഇസ്ലാമിൻ്റെ ഭൂപ്രദേശം വിശാലമാകുന്നത് വരെ. വലഹു മിനൽ ഫളാഇലിൽ ഷൈഇ അൽ കസീർ, വലഹു മിനൽ ഫളാഇലി അഷ്ശൈഇൽ കസീർ, അദ്ദേഹത്തിൻ്റെ ഫളാഇലുകളിൽ, മഹാത്മ്യങ്ങളിൽ ധാരാളം കാര്യങ്ങളുണ്ട്. റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. വഅർളാഹു വഅൻ ജമീഇ സ്വഹാബത്തി റസൂലില്ലാഹി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, എല്ലാ സ്വഹാബാക്കളെ സംബന്ധിച്ചും അള്ളാഹു തൃപ്തിപ്പെടട്ടെ, അവരെ പിന്തുടർന്ന താബികളെ സംബന്ധിച്ചും അന്ത്യനാൾ വരെ ഇഹ്സാനിൽ അവരെ പിന്തുടർന്ന, നന്മയിൽ അവരെ പിന്തുടർന്ന താബിയങ്ങൾ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായിട്ട് മദ്ഹ് പറയരുത്, പുകഴ്ത്തരുത്. ഹാദാ നഹ്യും മിൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇത്റാഇ ഫീ ഹഖ്ഖിഹി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നിരോധനമാണ്, അവിടുത്തെ വിഷയത്തിൽ തന്നെ ഇത്റാ പാടില്ല എന്ന്. ഇത്റാ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്ഹ്, അമിതമായിട്ടുള്ള പുകഴ്ത്തൽ, പ്രശംസ. വൽ ഇത്റാഉ ഹുവ, ഇത്റാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? സിയാദത്തുൽ മദ്ഹി വൽ മുബാലഗതു ഫിഹി, പ്രശംസ വർദ്ധിപ്പിക്കലും അതിൽ ആധിക്യമുണ്ടാക്കലുമാണ്, എക്സാജറേഷൻ. കമാഹിയ ആദത്തു ബഅദിൽ മദ്ദാഹീന പിന്നെ ശ്വറാഇ വഗൈരിഹിം, ചില കവികളുടെയും മറ്റും, ചില കവികളും മറ്റുമായിട്ടുള്ള മദ്ദാഹീങ്ങൾ, അതായത് കീർത്തനം പറയുന്നവർ, മദ്ഹ് പറയുന്നവർ, അവരുടെ പൊതുവായ പതിവ് ഉള്ളതുപോലെ. വഹാദിഹി സിഫത്തുൻ ദമീമത്തുൻ, ഇത് ആക്ഷേപാർഹമായൊരു സിഫത്ത്, വിശേഷണമാണ്. ഫഇന്ന കസറത്തുൽ മദ്ഹി വസിയാദത ഫി ദാലിക
മൻഹിയുൻ അൻഹാ ഫി ഹഖി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫി ഹഖി ഗൈരിഹി. കാരണം മദ്ഹ് പ്രശംസ പറയൽ വർദ്ധിപ്പിക്കുക എന്നത്, അമിതമാക്കുക എന്നത്, അതിൽ അധികമാക്കുക എന്നത് അത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ വിഷയത്തിലാണെങ്കിലും നിരോധിക്കപ്പെട്ടതാണ്. വലാകിൻ ഫി ഹഖി റസൂലി അഅ്ളം, പ്രത്യേകിച്ച് പക്ഷേ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാകുമ്പോൾ അത് കൂടുതൽ ഗൗരവതരമാണ്. കാരണം ലി അന്ന ദാലിക യുഅദ്ദി ഇല ശിർക്ക് വൽ കുഫർ. കാരണം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അമിതമായിട്ടുള്ള പുകഴ്ത്തൽ അത് ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കും. ഫൈനൽ ഉലുവ ഫി മദ്ഹിൽ അംബിയാഇ യുഅദ്ദി ഇല ഷിർക്ക്. കാരണം അംബിയാക്കളുടെ വിഷയത്തിലുള്ള പ്രശംസയിൽ അമിതത്വം വരുന്നത്, അതിരുകവിച്ചിൽ വരുന്നത് ഷിർക്കിലേക്ക് നയിക്കുന്നു. കമാ ഹസ്വല ലിന്നസ്വാറ വൽ യഹൂദി ഹീനമാ ഗലൗ ഫിൽ അംബിയാ. നസ്വാറാക്കൾക്കും യഹൂദികൾക്കും അവർ നബിമാരുടെ വിഷയത്തിൽ ഉലുവ്, അമിതത്വം അല്ലെങ്കിൽ അതിരുകവിച്ചിൽ ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ളതുപോലെ. ഫമാന ഖൗലിഹി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൻ്റെ ആശയം ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത് എന്ന് പറയാം. ഇനി ഉദ്ദേശിക്കുന്നത് ലാ തസീദു ഫി മദ്ഹി, എന്നെ പ്രശംസിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. വർധന, അമിതമായിട്ടുള്ള വർധന പാടില്ല. കമാ അത്തുറത്തിൻ നസ്വാറ ഇബ്നു മറിയം അലൈഹിസ്സലാമിൻ്റെ പുത്രൻ അതായത് ഈസാ മസീഹിനെ നസ്വാറാക്കൾ അമിതമായി പുകഴ്ത്തിയതുപോലെ. നസ്വാറ എന്ന് പറഞ്ഞാൽ അൽ മുറാദ് ബിഹിം, അതുകൊണ്ട് ഉദ്ദേശം അത്ബാഉ ഈസാ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഫോളോവേഴ്സാണ്, അനുയായികളാണ്. ഖീല, പറയപ്പെട്ടിട്ടുണ്ട് സുമ്മു നസ്വാറ നിസ്ബത്തൻ ഇലൽ ബലദ്, ബലദ് അവരുടെ നാടിലേക്ക് ചേർക്കപ്പെട്ടാണ് നസ്വാറ എന്ന് പറയും. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ യഥാർത്ഥ അനുയായികളാണെങ്കിൽ അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ അനുയായികൾ എന്ന് അവർ പറയുന്നു എന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. നാസിറത്തി ഫി ഫലസ്തീനിൽ നാസിറ എന്ന പ്രദേശം, അതുമായി ബന്ധപ്പെട്ടാണ് നസ്വാറ എന്ന വാക്ക്. ഔ മിൻ ഖൗലിഹി തആല, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ വചനവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്, ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനുള്ള സഹായികളാണ്. അപ്പം മൻ അൻസാരി അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് ആയിഷ അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ ഹവാരികൾ എന്ന് പറഞ്ഞ് കുറച്ച് നല്ല മനുഷ്യർ മുന്നോട്ട് വന്നല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ആ അൻസാർ എന്നുള്ള പദത്തിൽ നിന്നാണ് നസ്വാറ എന്ന പദം എന്നും പറയുന്നുണ്ട്. വഹും അഹ്ലു മില്ലത്തിൻ മിനലിൽ കിതാബിയ. നസ്വാറാക്കൾ എന്ന് പറഞ്ഞാൽ വേദം നൽകപ്പെട്ട കിതാബിയായിട്ടുള്ള മില്ലത്തുകളിൽപ്പെട്ട ഒരു മില്ലത്താണ്. യുസമ്മൗന ബിൻ നസ്വാറ, അവർ നസ്വാറ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. അമ്മ അൻ യുസമ്മു ബിൽ മസിഹീന കമാ അലൈഹിന്നാസു അൽ ആൻ ഫഹാദ ഗലത്തുൻ. എന്നാൽ അവരെ ഇപ്പോഴത്തെ നസ്വാറാക്കളെ മസിഹീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് പൊതുവെ ഇന്ന് ജനം ചെയ്യുന്നത് പോലെ അത് ഗലത്താണ്, തെറ്റാണ്, റോങ്ങാണ്. ലിഅന്നഹു ലാ യുഖാലു അൽ മസിഹിയ്യൂൻ, കാരണം അവർ മസിഹിങ്ങൾ എന്ന് പറയപ്പെടരുത്. മസിഹിങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആരെപ്പറ്റി? ഇല്ലാ ലിമനിത്തബഅ അൽ മസീഹ അലൈഹി ഇസ്ലാം, മസീഹ് അലൈഹി ഇസ്ലാമെ പിന്തുടർന്നവരെ പറ്റി അല്ലാതെ. അപ്പോൾ അവരെ പറ്റി യഥാർത്ഥത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അത്ബാഅ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ മുകളിൽ നേരത്തെ പറഞ്ഞത്. ഇവിടെ തന്നെ ഇപ്പോൾ അത്ബാഅ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അത്ബാഅ് എന്നാണ്, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അത്ബാഅ് എന്നാണ് അവർ അറിയപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണത്. അപ്പോൾ ഇവിടെയും ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. അമ്മല്ലദീ ലം യത്തബിഉഹു ഫഇന്നഹു ലൈസ മസീഹിയ്യൻ, ഈസാ അലൈഹി ഇസ്ലാമിനെ മസീഹിനെ പിന്തുടരാത്തവരെ മസീഹി എന്ന് പറയാൻ പറ്റില്ല. അവർ മസീഹിയല്ല. വഇന്നമാ ഹുവ നസ്രാനിയുൻ, നിശ്ചയം അവൻ നസ്രാനിയാണ്. ഫസ്മുഹും ഫിൽ കിതാബി വസ്സുന്ന അൻ നസ്വാറ. അപ്പോൾ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ അല്ലെങ്കിൽ ഹദീസുകളിലൊക്കെ അവരുടെ പേര് നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? അൻ നസ്വാറ. കമാ അന്നൽ യഹൂദ നഫറു മിനൽ ഇസ്മി അൽ ഖാസ് ബിഹിം ഫിൽ കിതാബി വസുന്നത്തി വഹും അൽ യഹൂദ്. ഇതുപോലെ യഹൂദികളുടെ പേര് യഹൂദ് എന്നാണ് എന്നതുപോലെ. ഫസമ്മു അൻഫുസഹും ഇസ്രായീല, എന്നാൽ യഹൂദികൾ ആ കിതാബിന് സുന്നത്തിനും വന്ന പേരിൽ നിന്ന് മാറി അവർ സ്വന്തമായിട്ട് പറയുന്നതാണ് ഇസ്രായേൽ എന്നാണ്. അപ്പോൾ ഇസ്രായേൽ ഹുവ നബിയുല്ലാഹി യഅ്ഖൂബ് അലൈഹി ഇസ്ലാം, ഇസ്രായേൽ എന്നതാകട്ടെ അള്ളാഹുവിൻ്റെ നബി യഅ്ഖൂബ് അലൈഹി സ്വലാം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്. ഫലൈസൂഹും ഇസ്രായേൽ, അവർ ഇസ്രായേലികളല്ല, ഇസ്രായേൽ അല്ല. ആര്?
ഈ യഹൂദികൾ. വൈന്നമാഹും അൽ യഹൂദ്, അവർ യഹൂദികളാണ്. ഹാദാഹു അൽ ലഫ്ദുൽ മൗദൂഉ ലഹും, ഇതാണ് അവർക്ക് വെക്കപ്പെട്ടിട്ടുള്ള പേര്, പദം. അല്ലദീ റുബിതത് ബിഹി അൽ-ലഅനതു വൽ ഗളബു മിൻ അല്ലാഹി സുബ്ഹാനഹു വ തആല. ആ യഹൂദ് എന്ന പദം അത് അള്ളാഹുവിൻ്റെ കോപവും ശാപവും ചേർക്കപ്പെട്ടാൽ ബന്ധിക്കപ്പെട്ട പദമാണ്. ബിസ്സബബി കുഫ്രിഹിം ബില്ലാഹ്, അള്ളാഹുവിനുള്ള അവരുടെ നിഷേധത്തിൻ്റെ കാരണം കൊണ്ട്, വ ഐനാദിഹിം, അവരെ ധിക്കരിച്ചത് കൊണ്ടും, തഅന്നുതിഹിം, അവരുടെ അഹങ്കാരം ധിക്കാരം തന്നെ. ഫഹും അൽ യഹൂദ്, അവർ യഹൂദികളാണ്. ഞാൻ അതെ, യുഖാലു ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന് പറയപ്പെടാം. കമാ സമ്മാഹുമുല്ലാഹു ബിദാലിക്, അള്ളാഹു അവർക്ക് പേര് വെച്ചിട്ടുള്ളത് പോലെ. ലിഅന്നഹും മിൻ ദുർരിയ്യത്തി യഅഖൂബ അലൈഹിസ്സലാം, കാരണം അവർ യഅഖൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. ഫിൽ ഗാലിബ്, മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ പൊതുവെ. വഫീഹം ഉനാസുൻ യഹൂദുൻ ലൈസു മിൻ ദുർരിയ്യത്തി ഇസ്രായേല, ഇസ്രായേൽ അലൈഹി ഇസ്ലാമിൻ്റെ, അതായത് യഅഖൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടവരല്ലാത്ത ചില യഹൂദികളുണ്ട്. വലാകിന്നൽ ഗാലിബ അലൈഹിം അന്നഹും മിൻ ബനി ഇസ്രായേൽ, പക്ഷേ മിക്കവരും അല്ലെങ്കിൽ പൊതുവെ അവരിൽ യഹൂദികൾ അധികവും എങ്ങനെയാണ് ഇസ്രായേൽ അലൈഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടവരാണ്. വഅലാ കുല്ലി ഹാലിൻ, ഏത് സാഹചര്യത്തിലും ലാ യജൂസു അൻ യുഖാല ഇസ്രായീലു, അവർ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടാൻ പാടില്ല. വ ഇന്നമാ യുഖാലു അൽ യഹൂദ്, അവർ യഹൂദ് എന്ന് വിളിക്കപ്പെടാം. ഔ യുഖാലു ബനു ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയാം. കമാ അത്തുറത്തിൻ നസാറ, അടുത്ത് പറയണം. നസാറാക്കൾ അമിതമായിട്ട് മധു ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിര് കവിഞ്ഞ് പുകഴ്ത്തിയതുപോലെ, അതായത് കമാ ഗലത്തിൻ നസാറ ഫീ മദ്ഹിൽ മസീഹി അലൈഹിസ്സലാം, മസീഹ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിൻ്റെ പ്രശംസയിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ എന്ന അർത്ഥം. ഇബ്ന മറിയം എന്ന് പറഞ്ഞാൽ മറിയമിൻ്റെ പുത്രൻ. യുൻസബീല ഉമ്മിഹി അലൈഹസ്സലാം, ഉമ്മിലേക്ക്, അതായത് മറിയം ബീവിയിലേക്ക് ഈസാ അലൈഹി ഇസ്ലാമിനെ ചേർത്ത് പറയപ്പെടുന്നു. കാരണം എന്താണ്? ലി അന്നഹു ലൈസ ലഹു അബുൻ, കാരണം ഈസാ അലൈഹി ഇസ്ലാമിന് പിതാവില്ല. ലി അന്ന അല്ലാഹ ഖലഖഹു മിൻ ഉമ്മിൻ ബില അബിൻ, കാരണം അള്ളാഹു ഈസാ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ഉമ്മിൽ നിന്നാണ്, അതായത് മാതാവിൽ നിന്നാണ്, മറിയം ബീവിയിൽ നിന്നാണ്, ബില അബിൻ, പിതാവില്ലാതെ. ബി ഖൗലിഹി, അള്ളാഹു തആലയുടെ വചനം കൊണ്ട്, കുൻ എന്ന വചനം കൊണ്ട്. ഫഹുവ തകവ്വന ബിൽ കലിമത്തി, ആ വചനം കൊണ്ടാണ് അദ്ദേഹം രൂപപ്പെട്ടത്. മിൻ ഖൗലിഹി, അള്ളാഹു തആലയുടെ വചനം, കുൻ എന്ന വചനം. വലിദാലിക യുഖാൽ, ഇക്കാരണത്താൽ ഈസാ അലൈഹി സ്വലാം വിളിക്കപ്പെടുന്നത് കലിമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം എന്ന്. ലിഅന്നഹു തകവന ബിഹാ മിൻ ഗൈരി അബിൻ, പിതാവില്ലാതെ ആ കുൻ എന്ന വചനത്താൽ രൂപപ്പെട്ടു ഈസാ അലൈഹി സ്വലാം. ഫതകവ്വന ബി അംറില്ലാഹി സുബ്ഹാനഹു വ തആല ഹീന ഖാല ലഹു കുൻ, അപ്പോൾ അതിനോട് കുൻ എന്ന് പറയപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുൻ എന്ന വചനത്താൽ അത് രൂപപ്പെട്ടു, ഈസാ അലൈഹി സ്വലാം രൂപപ്പെട്ടു. ഫക്കാന ബി അംറില്ല, അപ്പോൾ ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉണ്ടായി. ഹാദാ സബബു തസ്മിയത്തി കലിമത്തുല്ലാഹ്, ഇതാണ് കലിമത്തുല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം എന്ന് ഈസാ അലൈഹി സ്വലാമിന് പേര് വെക്കാൻ കാരണം. അല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഫല്ലാഹു ഖലഖ ആദമ മിൻ ഗൈരി അബിൻ വലാ ഉമ്മിൻ, അപ്പോൾ ആദം അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് പിതാവോ മാതാവോ ഇല്ലാതെയാണ്. ഖലഖഹു മിൻ തുറാബിൻ ബശറൻ സവിയ്യ, മണ്ണിൽ നിന്ന് ചൊവ്വായ ഒരു മനുഷ്യനായിട്ട് അള്ളാഹു ആദമനെ പടച്ചു. വഖലഖ ഹവ്വാ മിൻ ഗൈരി ഉമ്മിൻ, മാതാവില്ലാതെ ഹവ്വാ അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ഖലഖഹാ മിൻ ആദം, ആദം അലൈഹി സ്വലാമിൽ നിന്നാണല്ലോ ഹവ്വയെ സൃഷ്ടിച്ചത്. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ, അള്ളാഹു പറഞ്ഞു. ഖലഖകും, നിങ്ങളെ മനുഷ്യവർഗത്തെ അവൻ പടച്ചു, മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു നഫ്സിൽ നിന്ന്, അതായത് ആദം അലൈഹി സ്വലാമിൽ നിന്ന്. വഖലഖ മിൻഹാ, ആ നഫ്സിൽ നിന്ന്, ആദം അലൈഹി സ്വലാമിൽ നിന്ന് അള്ളാഹു പടച്ചു, സൗജഹ, അതിൻ്റെ ഇണയെയും, ആ നഫ്സിൻ്റെ ഇണയെ, അത് ആദം അലൈഹി സ്വലാമിൻ്റെ ഇണയെയും. വഖലഖ ഈസ, ഇനി ഈസ അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു മിൻ ഉമ്മിൻ ബില അബിൻ, ഉമ്മയിൽ നിന്ന്, മാതാവിൽ നിന്ന്, മറിയമിൽ നിന്ന്, ബില അബിൻ, പിതാവില്ലാതെ. വഖലഖ സായിറൽ ബശരി മിൻ ഉമ്മിൻ വാബിൻ, മറ്റെല്ലാ മനുഷ്യരെയും അള്ളാഹു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സൃഷ്ടിച്ചു.
വലിഹാദാ യഖൂലു അല്ലാഹു ജല്ല വഅല, ഇക്കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു മിൻ തുറാബിൻ. ഇന്ന മസല ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഉപമ ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ പക്കൽ കമസലി ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഉപമ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ, ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഈസാ അലൈഹി ഇസ്ലാമിനെ നേരെ മണ്ണിൽ നിന്നല്ല, പക്ഷേ സൃഷ്ടിപ്പിൽ സാദൃശ്യമുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഒരുപോലെ ആവണം എന്നില്ല, തശ്ബീഹാവും. അപ്പം ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പിതാവില്ലാതെ സൃഷ്ടിച്ചു. ആദം അലൈഹി ഇസ്ലാമിനെയും പിതാവില്ലാതെയാണല്ലോ സൃഷ്ടിച്ചത്, മാതാവും ഇല്ലായിരുന്നു ആദം അലൈഹി ഇസ്ലാമിന് മാത്രം. ഫഇദാ കുൻതും തഅജബൂന മിൻ ഖൽഖി ഈസാ മിൻ ഉമ്മിൻ ബിലാ അബിൻ, പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രം ഈസാ അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ആദം അലൈഹി സ്വലാം ഔലാ ബിൽ അജബ്, അങ്ങനെയാണെങ്കിൽ ആദം അലൈഹി സ്വലാമിനെ പറ്റി നിങ്ങൾ കൂടുതൽ അത്ഭുതപ്പെടണം. ലിഅന്നല്ലാഹു ഖലഖഹു മിൻ തുറാബിൻ, കാരണം ആദം അലൈഹി സ്വലാമിനെ അള്ളാഹു പിതാവും മാതാവൊന്നുമില്ലാതെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, എന്നിട്ട് ആ മണ്ണിനോട് പറഞ്ഞത് അള്ളാഹു കുൻ എന്ന് പറഞ്ഞു, ഉണ്ടാവുക, ഫയകൂൻ, അപ്പോൾ ഉണ്ടാവുന്നു. ഫലാ ഖറാബത ഫീ ഖുദ്റത്തില്ലാഹി സുബ്ഹാനഹു വ തആല ഫല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈഇൻ ലാ തതഹക്കമു ഫീഹി അൽ അസ്ബാബ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൽ ഖറാബത്ത് എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, കാരണങ്ങൾ അവനിൽ വിധിക്കില്ല. ഇന്നമാ ഹുവ സുബ്ഹാനഹു യതഹക്കമു ഫിൽ അസ്ബാബ്, കാരണങ്ങളിൽ വിധിക്കുന്നത് അള്ളാഹുവാണ്, വൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിലും. അപ്പം ഇന്ന കാരണം ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന കാരണം എന്ന് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, അല്ല ആ കാരണങ്ങളെ വിധിക്കുന്നത് അവനാണ്, കാരണങ്ങൾ അവനിൽ വിധിക്കുന്നതല്ല. അപ്പം പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ്, ലൈംഗിക ബന്ധത്തിലൂടെയാണ് മനുഷ്യ സൃഷ്ടി ഉണ്ടാവുന്നത് എന്നത് പൊതുവെ മനുഷ്യരെ സംബന്ധിച്ച് ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു മാറ്റവും പാടില്ല എന്നില്ല. അതിനെ മാറ്റിമറിക്കാനും അതിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആക്കാനൊക്കെ അള്ളാഹുവിന് കഴിയും എന്നതാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവൻ സൃഷ്ടിക്കുന്നു. സുബ്ഹാനഹു വ തആല, അവൻ പരിശുദ്ധനാണ്, അത്യുന്നതനാണ്. വലാ ഹജറ അലാ ഖുദ്റതിഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിന്, ഖുദ്റത്തിന് ഒരു ഹജർ ഇല്ല. ഹജറില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിധി ഇല്ല, പരിമിതിയോ ഇല്ല. വക്കൈഫ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, ഇനി മറിയമിൻ്റെ പുത്രനെ അതായത് ഈസാ അലൈഹി സ്വലാമിനെ എങ്ങനെയാണ് നസ്വാറാക്കൾ ഇത്റാ ചെയ്തത്, അതായത് അമിതമായിട്ട് പുകഴ്ത്തിയത്? അവർ പറഞ്ഞു ഇന്നഹു ഇബ്നുല്ലാഹ്, ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്. ഔ ഹുവല്ലാ, അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാം അള്ളാഹുവാണ്. ഔ സാലിസു സലാസ, അല്ലെങ്കിൽ മൂന്നിൽ മൂന്നാമനാണ്, തൃത്വം. വലാ യസാലൂന അലാ ഹാദിഹിൽ മഖാലത്തി ഇലൽ ആൻ, അവരുടെ ഈ അഭിപ്രായത്തിൽ തന്നെ, ഈ സംസാരത്തിൽ തന്നെ തുടർന്നു ഇലൽ ആൻ, ഇക്കാലം വരെയും. ഫി ഇദാഅത്തിഹിം വഫി കിതാബാത്തിഹിം, അവരുടെ റേഡിയോ പ്രക്ഷേപണങ്ങളിലും അവരുടെ എഴുത്തുകളിലുമൊക്കെ. ഫസബബു വുഖൂഇഹിം ഫി ഹാദൽ കുഫർ, അപ്പോൾ ഈ ഒരു സത്യനിഷേധത്തിൽ അവർ അകപ്പെട്ടതിൻ്റെ കാരണം അത് ഒലുവാണ്, അമിതത്വമാണ്, അതിരുകവിച്ചിലാണ്. വൽ അയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. ലിഅന്നഹും ലം യർതദു അൻ യസിഫു ഈസാ ബിഅന്നഹു അബ്ദുല്ലാഹി വറസൂലി, കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂൽ ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ ദാസൻ അബ്ദ് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ ദൂതൻ എന്നും വിശേഷിപ്പിക്കുന്നത് അവർക്ക് തൃപ്തിയായില്ല. വൈന്നമാ സാദു, അവരതിൽ കൂടെ കൂട്ടി. ഖാലു, അവർ പറഞ്ഞു ഇന്നഹു ഇബ്നുല്ലാഹ്, നിശ്ചയം ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്. ജാഅ ലിയുഖല്ലിസ അന്നാസ മിനൽ ഖത്തിയ, തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കാൻ, സേവ്യറായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. വഖുത്തില, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് അവർ പറഞ്ഞു. വസുലിബ, ക്രൂശിക്കപ്പെട്ടു എന്നും. മിൻ അജ്ലി അൻ യുഖല്ലിസ അന്നാസ മിനൽ ഖത്തിയ, ജനങ്ങളെ തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം കൊല്ലപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും അവർ പറഞ്ഞു. തുമ്മ ബഅദ ഖത്ലിഹി വസ്വൽബിഹി, അങ്ങനെ അദ്ദേഹത്തെ കൊന്നതിനും അദ്ദേഹത്തിനെ ക്രൂശിച്ചതിനു ശേഷം ഖാമ വസഅദ ഇലസ്സമാ, അദ്ദേഹം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഉയർന്നു പോയി എന്ന്. വഹാദ കദിബുൻ മഹ്ദുൻ, ഇത് വ്യക്തമായ കളവാണ്, ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത് കളവാണ്. കസ്സബഹു അല്ലാഹു വറദ്ദഹു ബിഖൗലിഹി, ഇതിനെ അള്ളാഹു കളവാക്കി, അതിനെ അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് ഖണ്ഡിച്ചു.
വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. വമാ സ്വലബൂഹു, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടും ഇല്ല. വലാകിൻ, പക്ഷേ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശമാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഫല്ലദീ ഖുതില, അപ്പോൾ കൊല്ലപ്പെട്ടത്, വസുലിബ, ക്രൂശിക്കപ്പെടുകയും ചെയ്തത്, ഹുവ ഷഹ്സുൻ ഗൈറുൽ മസീഹ്, മസീഹ് അല്ലാത്ത, ഈസാ അലൈഹി സ്വലാം അല്ലാത്ത മറ്റൊരാൾ വ്യക്തിയെയാണ്. അൽഖല്ലാഹു ഷബഹ അൽ മസീഹ അലൈഹി, അള്ളാഹു അങ്ങനെ ഒരു വ്യക്തിയെ അവർക്ക് ഇട്ടുകൊടുത്തു. മസീഹ് അലൈഹി സ്വലാമിൻ്റെ, ഈസാ അലൈഹി സ്വലാമിനെ പോലെ തോന്നിക്കുന്ന ഒരാളെ. ഈസാ അലൈഹി സ്വലാമാണെന്ന് വിചാരിച്ചിട്ട് അവർ അയാളെയാണ് കൊന്നത്, അയാളെയാണ് ക്രൂശിക്കച്ചത് എന്ന്. ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷിച്ചു. ഫഖുത്തില വസുലിബ, അങ്ങനെ ആ വ്യക്തി കൊല്ലപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. ലിഅന്നഹു ഖാന, കാരണം അയാൾ വഞ്ചിച്ചു. വദല്ലൽ കഫറത അലാ മക്കാനിൽ മസീഹ്, മസീഹിൻ്റെ സ്ഥാനത്ത് അയാളാക്കി. അമ്മൽ മസീഹു, അപ്പോൾ മസീഹ് അലൈഹി സ്വലാമോ ഈസാ അലൈഹി സ്വലാമോ, ഫഇന്നഹു റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ എന്ത് ചെയ്തു, അള്ളാഹുവിലേക്ക് നേരെ ഉയർത്തി. വലിഹാദ ലം യജ്സിമു അന്നല്ലദീ ഖതലുഹു ഹുവൽ മസീഹ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു എന്ത്, വഇന്നല്ലദീന ഇഖ്തലഫു ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽം. അപ്പോൾ കൊല്ലപ്പെട്ടത് മസീഹാണെന്നുള്ളതിൽ അവർക്ക് ഉറപ്പില്ല. വഇന്നല്ലദീന ഇഖ്തലഫു ഫീഹി, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്ത ഭിന്നഭിപ്രായക്കാരായവർ, ലഫീ ശക്കിൻ മിൻഹു, അതിൽ സംശയാലുക്കള, മാ ലഹും ബിഹി മിൻ ഇൽം, അവർക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല, അറിവില്ല. ഫൽ ഹാസിൽ, അപ്പോൾ ചുരുക്കം, അന്ന ഹാദാ ഹുവ ഉലുവുൻ നസാറ, ഇത് നസാറാക്കളുടെ ഒരു ഉലുവാണ്. ഇന്നഹും മദഹു അൽ മസീഹ, അവർ മസീഹ് അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാമിനെ പ്രശംസിച്ച് പറഞ്ഞു. വറഫഉഹു ഫൗഖ മൻസിലതിഹി, അദ്ദേഹത്തിൻ്റെ പദവിക്ക് മുകളിൽ അദ്ദേഹത്തെ അവർ ഉയർത്തി. അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന പദവിയിലേക്ക്. ഹത്താ അബദു മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ അല്ലാതെ അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നത് വരെ. വദ്ദഉ ഫീഹി അർറുബൂബിയ്യ ബിസബബിൽ ഉലൂ, അവരുടെ ആ അമിതത്വം, അതിർ കവിച്ചിൽ കാരണം അവർ റുബൂബിയത്ത് ആരോപിച്ചു. ഈസാ അലൈഹി സ്വലാം യഖൂൽ, ഈസാ അലൈഹി സ്വലാം പറയുന്നത് എങ്ങനെയാണ്, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദു ദാസനാണ്, എനിക്ക് അൽ കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. വജഅൽനി, അള്ളാഹു എന്നെ ആക്കിയിരിക്കുന്നു, മുബാറക്കൻ, അനുഗ്രഹീതനായിരിക്കുന്നു, ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും, ഔസ്വാനി, അവൻ എന്നോട് വസിയ്യത്ത് ഉപദേശിച്ചിരിക്കുന്നു, ബിസ്വലാ, നിസ്കാരം കൊണ്ട്, സക്കാത്ത് കൊണ്ടും, മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. വഫി യൗമിൽ ഖിയാമത്തി യതബറഉ മിൻ ഹൗലായി, ഇനി ഖിയാമത്ത് നാളിലാകട്ടെ മസീഹ് അലൈഹി സ്വലാം, ഈസാ അലൈഹി സ്വലാം ഇക്കൂട്ടലിൽ നിന്ന്, അദ്ദേഹം അള്ളാഹുവിൻ്റെ പുത്രനോ അള്ളാഹു ഒക്കെ ആണ് എന്ന് പറഞ്ഞവരിൽ നിന്ന് ഒഴിവാകും, അവരിൽ നിന്ന് ബരീആകും. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മർയമ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. വഇദ് ഖാല അല്ലാഹു, അല്ലാഹു പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്ന മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസായെ, അഅൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തഖദൂനി, എന്നെ ആക്കണം എന്ന്, അതായത് ഈസാ അലൈഹി സ്വലാമിനെ ആക്കണമെന്ന്, ഉമ്മിയ, എൻ്റെ മാതാവിനെയും, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ രണ്ട് ഇലാഹുകളാക്കണമെന്ന്. ഖാല, അപ്പോൾ ഈസാ അലൈഹി സ്വലാം അന്ന് മറുപടി പറയും, സുബ്ഹാനക്, നീ പരിശുദ്ധനാണ് അള്ളാഹുവേ, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് ഹക്കില്ലാത്തൊരു കാര്യം പറയാമെന്നുള്ളത് എനിക്ക് യോജിച്ചതല്ല, ഞാൻ അങ്ങനെ പറയില്ലല്ലോ. ഫൽ ഇബാദത്തു, അപ്പോൾ ഇബാദത്ത് എന്നത് ഹഖുല്ലാഹി, അത് അള്ളാഹുവിനുള്ള ഹക്കാണ്. ലൈസത്തെ ഹക്കൻ ലി മഖ്ലൂഖിൻ, അതൊരു സൃഷ്ടിക്കുമുള്ള ഹക്ക്, അവകാശമല്ല. മാ യകൂനു ലി എന്ന് പറഞ്ഞാൽ അതാണ്, മാ യംബഗി വലാ യലീഖു വലാ യസ്ലിഹ്, എനിക്ക് ശരിയാകാത്ത, എനിക്ക് യോജിക്കാത്ത, എനിക്ക് ആവശ്യമില്ലാത്തത്. അഖൂലു മാ ലൈസ ലീ ബിഹഖിൻ, ഞാൻ എനിക്ക് ഹക്കില്ലാത്തത് പറയാന്നുള്ളത് എനിക്ക് യോജിച്ചല്ല എന്ന് പറയാം. അന്നൽ ഇബാദത്ത്, കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹക്കുൻ ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഹക്ക്, അവകാശമാണ്. സുമ്മ റദ്ദ ദാലിക ഇലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് അദ്ദേഹം അത് മടക്കി. എങ്ങനെ, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഇൻ കുന്തു ഖുൽതുഹു, ഇനി ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെയും എൻ്റെ ഉമ്മയും
ഇലാഹകളാക്കണം, ആരാധ്യരാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഫഖദ് അലിംത, നിശ്ചയം അത് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തഅലമു മാ ഫീ നഫ്സി, നീ എൻ്റെ നഫ്സിലുള്ളത് അറിയുന്നവനാണ്. വല അഅലമു മാ ഫീ നഫ്സിക്, നിൻ്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ ഗൈബുകളും ഏറ്റവും നന്നായി അറിയുന്നവനാണല്ലോ. അല്ലാഹു യഅലമു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അന്ന ഈസാ ലം യഖുൽ ഹാദിഹിൽ മഖാല, ഇത് അല്ലാഹുവിൻ റസൂലായ ഈസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല എന്നുള്ള അള്ളാഹ്ക്ക് അറിയാം. പക്ഷേ എന്താണ്, എന്തിനാണ് അള്ളാഹു നീയാണോ ചോദിച്ചത്, നീയാണോ പറഞ്ഞത്, അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇന്ന മഹാദാമിൻ ബാബി തൗബീഖിലി ഹൗലായി, പരലോകത്ത് വെച്ച് ഈ കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ പുത്രനാണ്, അള്ളാഹുവാണ് ഈസാ അലൈഹി സ്വലാം എന്നൊക്കെ പറഞ്ഞവർക്കുള്ള തൗബീഖ്, ഒരു നിന്ദ്യത എന്ന നിലക്കാണ് അത് ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്ത്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. സുമ്മക്കാല, പിന്നെ അള്ളാഹു പറഞ്ഞു പിന്നെ എന്താണ് പറഞ്ഞത് ഖുർആനിൽ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഖാല അല്ലാഹു തആല ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും. ഇനി എന്താണ് ഈസാ അലൈഹി സ്വലാം പറയുന്നത്? മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. പരലോകത്ത് വെച്ച് ഈസാ അലൈഹി സ്വലാം പറയാണ്, ഇല്ലാ മാ അമർതനി ബിഹി, നീ എനിക്ക് കൽപ്പിച്ചത് ഒഴികെ, അൻ അഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണമെന്ന്, റബ്ബി വ റബ്ബക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ, കുന്തു അലൈഹിം ഷഹീദ, ഞാൻ അവർക്ക് മേൽ സാക്ഷിയായിരുന്നു, മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉള്ളിടത്തോളം കാലം, ഫലമ്മാ തവഫൈതനി, അങ്ങനെ നീ എന്നെ പൂർണ്ണമായിട്ടെടുത്തപ്പോൾ കുന്ത അൻത റഖീബ അലൈഹിം, പിന്നെ നീയാണ് അവരിൽ റഖീബ്, നിരീക്ഷിക്കുന്നവനായി ഇരുന്നത്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുമെങ്കിൽ ഫഇന്നഹും ഇബാദുക, നിശ്ചയം അവർ നിൻ്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നിശ്ചയം നീ പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. ഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞു, ഹാദാ യൗമ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, ഇത് സ്വാദിഖീങ്ങൾക്ക്, സത്യവാന്മാർക്ക് അവരുടെ സത്യം ഉപകാരപ്പെടുന്ന ദിവസം ആണ്. ഹാദാ തസ്ദീഖുൻ ലിൽ മസീഹ് അലൈഹിസ്സലാം അലാ റൂസിൽ അഷ്ഹാദി യൗമൽ ഖിയാമ, ഇത് മസീഹ് അലൈഹി സ്വലാമിനുള്ള തസ്ദീഖ്, സത്യപ്പെടുത്തലാണ് ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ മുമ്പിൽ വെച്ച്. ഹീനമാ യജ്തമിഉൽ അവ്വലൂന വൽ ആഖിറൂൻ, ആദ്യക്കാരും അവസാനക്കാരും, ആദ്യമുള്ളവരും അവസാനമുള്ളവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഫഹാദാ മആലുഹും, ഇതാണ് അവരുടെ മടക്കം. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. വഹാദാ മൗഖിഫുൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫി ദുനിയ വൽ ആഖിറത്തി, അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും മസീഹ് അലൈഹി സ്വലാമിൻ്റെ, ഈസാ അലൈഹി സ്വലാമിൻ്റെ സ്റ്റാൻഡ് ഇതാണ്. അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, സെയിം അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസൻ, അബ്ദും റസൂലുമാണ്. ലൈസ ലഹു മിന റുബൂബിയ്യത്തി ഷൈ, റുബൂബിയത്തിൽ നിന്ന് ഒന്നും അദ്ദേഹത്തിനില്ല, അദ്ദേഹം കർത്താവല്ല. വലാ യസ്തഹിഖു ബിൽ ഇബാദത്തി ഷൈഅ, ഇബാദത്തിൽ നിന്ന് ഒന്നും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല. വ ഇന്നമൽ ഇബാദത്തു ഹഖുല്ലാഹി സുബ്ഹാനഹു വ തആല വഹ്ദഹു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹു അവൻ പരിശുദ്ധനാണ്, അവൻ മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദത്ത്. വഹ്ദഹു, അവൻ ഏകനാണ്, അല്ലെങ്കിൽ അവൻ മാത്രം. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല. വഇദാ കാനൽ മസീഹു ലൈസ ലഹു ഹഖ്ഖുൻ ഫിൽ ഇബാദ, ഇനി ഇബാദത്തിൽ മസീഹ് അലൈഹി സ്വലാമിന് ഒരു പങ്കുമില്ലെങ്കിൽ, വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ലഹു ഹഖ്ഖുൻ ഫിൽ ഇബാദ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്തിൽ ഒരു പങ്കും ഇല്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇബാദത്ത് അർപ്പിക്കാൻ പറ്റില്ല, ആരാധന അർപ്പിക്കാൻ പറ്റില്ല എങ്കിൽ, വ ജമീഉർ റുസുൽ, മുർസലീങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും, ഫകൈഫ ബിഗൈരിഹിം മിനൽ ഔലിയാഇ വസ്വാലിഹീൻ, അപ്പോൾ പിന്നെ ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും, അവരല്ലാത്ത നബിമാരെ, അവരെക്കാട്ടിലും പദവി കുറഞ്ഞവരാണല്ലോ മറ്റുള്ള ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളൊക്കെ, അപ്പം അവർക്ക് പിന്നെ എങ്ങനെ ഇബാദത്ത് ശരിയാകും, അവർക്ക് പിന്നെ എങ്ങനെ ആരാധന അർപ്പിക്കാൻ പറ്റില്ലല്ലോ. ഫഫി ഹാദൽ ഹദീസ്, അപ്പോൾ ഈ ഹദീസിലുണ്ട് ദലീലും തെളിവുണ്ട്, അലാ മാ സാഖഹുൽ മുസന്നിഫ് മിൻ അജ്ലി, മുസന്നിഫ് കൊണ്ടുവന്ന ആ വിഷയത്തിന്, വഹു, അത് എന്താണ്, അന്നൽ ഉലുവ ഫി സ്വാലിഹീന
സ്വാലിഹീങ്ങളിലുള്ള അതിര് കവിച്ചിലാണ് യുസബിബു കുഫ്റ ബനി ആദം വതർക്കിഹിം ദീനഹും. ആദം സന്തതി മനുഷ്യർക്ക് അള്ളാഹുവിലുള്ള സത്യനിഷേധത്തിനും അതേപോലെ അവരുടെ ദീൻ യഥാർത്ഥ തൗഹീദ് അത് ഉപേക്ഷിക്കുന്നതിലേക്കും കാരണമായത് സജ്ജനങ്ങളിലുള്ള അവരുടെ അമിതത്വം, അവരുടെ അതിര് കവിച്ചിൽ ആണ് എന്നത്. വഫി ഹാദ ഇതിലുണ്ട് ഷഫഖത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഉമ്മത്തി, ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോടുള്ള വാത്സല്യം. ഹൈഥു ഹദറഹും മിമ്മ വഖഅത ഫീഹി നസാറ, നസാറാക്കളിൽ സംഭവിച്ചത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് മുസ്ലിം ഉമ്മത്തിന് നൽകിയത് കൊണ്ട്. വഫീഹി ഇതിലുണ്ട് അന്നഹിയോനെ തശബ്ബുഹി ബിൽ കുഫാർ, കാഫിര്യങ്ങളോട് സദൃശമാകുന്നതിനുള്ള നിരോധനമുണ്ട്. അവർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അവർ ഈസാ അലൈഹി സ്വലാമിനെ അമിതമായി മദ്ഹ് ചെയ്തതുപോലെ നിങ്ങളും എന്നെ മദ്ഹ് ചെയ്യരുത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി പറഞ്ഞു ഇന്നമാ അന അബ്ദുല്ലാഹ്, ഇന്നമാ അബ്ദു അന അബ്ദു, ഞാൻ നിശ്ചയം അള്ളാഹുവിൻ്റെ ദാസനാണ്. ഫഖൂലു, അതിനാൽ നിങ്ങൾ പറയും അബ്ദുല്ലാഹി വറസൂല്, അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ ദൂതനും എന്ന് പറയും, റസൂലും എന്ന് പറയും. ഇന്നമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാദിഹി കലിമത്തു ഹസ്ർ, ഇത് പരിധി അല്ലെങ്കിൽ പരിമിതി മാത്രമെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇന്നമാ നിശ്ചയം മാത്രം. ഐ അന്ന ഷഅ്നി വ മകാനത്തി അന്നനി അബ്ദുല്ലാഹി സുബ്ഹാനഹു വ തആല, എൻ്റെ കാര്യം, എൻ്റെ പദവി, എൻ്റെ സ്ഥാനം എന്നത് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസൻ അബ്ദാണ് എന്നതാണ്. ലൈസ ലീ മിന റുബൂബിയ്യത്ത് ഷൈഉൻ, റുബൂബിയത്തിൽ റബ്ബ് എന്ന പദവിയിൽ എനിക്കൊന്നുമില്ല. വൽ അബ്ദു ലാ യുലാ ഫീഹി, അബ്ദ് ദാസനിൽ എന്ത് അമിതത്വം പാടില്ല, അതിര് കവിച്ചിൽ പാടില്ല. വയുത്തുറവ് അമിതമായി മദ്ഹ് ചെയ്യപ്പെടാൻ പാടില്ല. വയുർഫഉ ഫൗഖ മൻസിലത്തി, അദ്ദേഹത്തിൻ്റെ പദവിയെ മുകളിലേക്ക് ഉയർത്തപ്പെടാനും പാടില്ല. ഫഖൂലു, അതിനാൽ നിങ്ങൾ പറയും അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ ദാസനും ദൂതനും എന്ന്. അർഷദനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അൻ നഖൂല ഫീഹി അൽ കലാം അൽ വാഖിഅ വൽ ലായിഖ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് യോജിച്ചത്, അങ്ങനെയുള്ള സംസാരം നമ്മോട് സംസാരിക്കാനാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇർഷാദ് ചെയ്ത്, വഴി നടത്തിയത്, മാർഗദർശനം ചെയ്തത്. ഫദല്ല ഹാദാ, അപ്പോൾ വഹു അതെന്താണ്? അന്നഹു അബ്ദുല്ലാഹി വറസൂൽ, അള്ളാഹുവിൻ്റെ ദാസൻ അബ്ദ് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ ദൂതൻ എന്നും നിങ്ങൾ പറഞ്ഞോളൂ, അങ്ങനെയാണ് പറയേണ്ടത് എന്ന്. ഫദല്ല, അപ്പോൾ ഹാദ ഇതറിയിച്ചു അല അന്നഹു യുംദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിഫാത്തിഹി മിൻ ഗൈരി സിയാദത്തിൻ വലാ വമിൻ ഗൈരി നഖ്സിൻ. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്യപ്പെടണം, മദ്ഹ് പറയണം. എങ്ങനെ? മിൻ ഗൈരി സിയാദത്തിൻ, ഒരു ബിസ്ഫാത്തി അവിടുത്തെ വിശേഷണങ്ങൾ കൊണ്ട്, മിൻ ഗൈരി സിയാദത്തിൻ ഒരു വർധനവുമില്ലാതെ, വമിൻ ഗൈരി നഖ്സിൻ കുറച്ചിലുമില്ലാതെ. അപ്പോൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. വഹിയ അൽ ഉബൂദിയത്ത് ഒരു റിസാലത്തു, എന്താണ് മദ്ഹ്? ഉബൂദിയത്താണ്, അള്ളാഹുവിൻ്റെ അടിമത്വം, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നത്, അബ്ദാണ് എന്ന്. ഒരു റിസാലത്തു, റിസാലത്ത് സന്ദേശവാഹകൻ, സന്ദേശം എന്നത്, സന്ദേശം റിസാലത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവൻ, റസൂലാണ് എന്നത്. അള്ളാഹുവിൻ്റെ റിസാലത്ത് മനുഷ്യർ എത്തിക്കുന്ന, സന്ദേശം മനുഷ്യർ എത്തിക്കുന്നവരാണ് എന്ന്. അല്ലാഹു ജല്ല വഅല വസഫ മുഹമ്മദൻ ബിഅന്നഹു അബ്ദുൻ ഫീ കസീരിൻ മിനൽ ആയാത്ത്, ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ട് എത്ര അല്ലാഹു തആല പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ ആയത്തിലെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, ഇങ്ങനെയുള്ള അല്ലാഹു അൻസല അലാ അബ്ദിഹി, അവൻ്റെ ദാസന് മേൽ അവതരിപ്പിച്ചു അൽ കിതാബിനെ, വിശുദ്ധ ഖുർആനെ. വലം യജ്അൽ ലഹു ഇവജാ, അതിനെ വക്രത ഇല്ലാത്തതാക്കി, നേരെയുള്ളതാക്കി എന്ന്, വക്രതയില്ലാതെ. അപ്പോൾ അവിടെ അബ്ദ്, അള്ളാഹുവിൻ്റെ ദാസൻ അബ്ദ് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചു. ഇനി മറ്റൊരായത്തിൽ തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. തബാറക, അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു അല്ലയോ ഒരുത്തൻ, അള്ളാഹുവിനെ പറ്റി പറയാം. നസ്സലൽ ഫുർഖാന, ഫുർഖാൻ സത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം, ഫുർഖാൻ ഖുർആൻ അവതരിപ്പിച്ചവൻ, അലാ അബ്ദിഹി അവൻ്റെ ദാസന് മേൽ, അതായത് അബ്ദിന് മേൽ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ, ലിയകൂന അതാകുന്നതിന്, ലിൽ ആലമീന നദീറ ലോകർക്കൊരു മുന്നറിയിപ്പാകുന്നതിന്. വഫി മഖാമിൽ ഇസ്രാ, ഇസ്രാഇൻ്റെ സ്ഥാനത്ത് അള്ളാഹു പറഞ്ഞു, അള്ളാഹു തആല പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സുബ്ഹാന, പരിശുദ്ധനാണ് ഒരുത്തൻ, അല്ലദീ ഇങ്ങനെയുള്ള ഒരുത്തൻ, അസ്റാ ബിഅബ്ദിഹി അവൻ്റെ ദാസനെ, അവൻ്റെ അബ്ദയെയും കൊണ്ട് രാപ്രയാണം ചെയ്യിച്ചവൻ, ലൈലൻ രാത്രി, മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നില്ല മസ്ജിദുൽ അഖ്സാ, മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ അബ്ദ് എന്ന് പറഞ്ഞു. വൽ മിഅ്റാജ് ഫി ഖൗലി, ഇനി മിഅ്റാജ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് സൂറത്തുൻ നജ്മിലെ ആദ്യത്തെ ആയത്തുകളാണ്, 10 വരെയുള്ള ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത്.
അതിൽ പക്ഷേ അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അത് മിഅ്റാജിൻ്റെ സമയം അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം, അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നറിയില്ല. അമാനി തഫ്സീറിലൊക്കെ കണ്ടത് അതിന് ശേഷമുള്ള വചനങ്ങളാണ്. അവിടെയാണ് മിഅ്റാജ് പറയുന്നത് എന്നുള്ളതാണ്. അതെന്താണ്? ഇന്ദ സിദ്റത്തിൽ മുൻതഹ എന്നൊക്കെ പറഞ്ഞ ഭാഗമുണ്ടല്ലോ. ഇവിടെ സുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അപ്പോൾ അവിടെ അബ്ദ് എന്ന് പ്രയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് മിഅ്റാജിൽ ആണ് എന്നത്, മിഅ്റാജിൽ ഉള്ള കാഴ്ച ജിബ്രീൽ അലൈഹി സ്വലാമിനെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനി സ്വരൂപത്തിൽ കണ്ടു. അതിൽ ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ്. ആ സന്ദർഭമാണ് ഈ പറയുന്നതെന്നാണ് അമാനി തഫ്സീറിലൊക്കെ കണ്ടത്. പിന്നീട് അടുത്ത് വരുന്ന വചനങ്ങളിൽ മറ്റൊരിക്കൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇന്ദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹാൻ്റെ അടുത്ത് വെച്ചിട്ട്, അതാണ് മിഅ്റാജിൽ എന്നത് ആണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. ഇനി വഫി മഖാമി തഹദ്ദി വസഫഹു അല്ലാഹു ബിൽ ഉബൂദിയ്യത്തി ഖാല തആല, ഇനി മറ്റൊരിടത്ത് പറഞ്ഞത് ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അബ്ദിന് മേൽ അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരും, ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലത്തെ ഒരു സൂറത്തെങ്കിലും, വദ്ഉ, നിങ്ങൾ വിളിച്ചോളൂ, ശുഹദാഅക്കും, നിങ്ങളുടെ സാക്ഷികളെ, ശുഹദാക്കളെ, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അപ്പം ഈ തഹദ്ദി, വെല്ലുവിളി നടത്തിയതിലും അബ്ദ് എന്നുള്ള പ്രയോഗമാണ് അള്ളാഹു നടത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഫഫീ ഖൗലിഹി അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹ് എന്നുള്ള വചനത്തിൽ റദ്ദുൻ അലൽ ഉലാത്തില്ലദീന യൗലൂന ഫീ ഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖിൽ ഉലുവ് കാണിക്കുന്ന, അമിതത്വം കാണിക്കുന്നവരുടെ ഖണ്ഡനമുണ്ട് അബ്ദുല്ലാഹ് എന്ന പ്രയോഗത്തിൽ. വഫീ ഖൗലിഹി, ഇനി അള്ളാഹുവിൻ്റെ വചനം അല്ലെങ്കിൽ ഹദീസിലെ വചനം വറസൂലു എന്ന് പറഞ്ഞത് അവൻ്റെ റസൂലുമാണ്. റദ്ദുൻ അലൽ മുകദ്ദിബീന അല്ലദീ യുകദ്ദിബൂന ബിറിസാലത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് നിഷേധിക്കുന്ന കള്ളവാദികൾക്ക്, വ്യാജന്മാർക്ക്, വ്യാജമാക്കുന്നവർക്ക് ഉള്ള ഖണ്ഡനവും ഉണ്ട്, അവർക്കെതിരെയുള്ള ഖണ്ഡനവും ഉണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനെ നിഷേധിക്കുന്നവർക്ക്. വൽ മുഅ്മിനൂന യഖൂലൂൻ, എന്നാൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ, സത്യവിശ്വാസികൾ എങ്ങനെ പറയുന്നത്, ഹുവ അബ്ദുല്ലാഹി വറസൂലു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദ്, ദാസനുമാണ്, വറസൂലുഹു, അവൻ്റെ ദൂതനുമാണ്. ഹാദാ വജ്ഹുൽ ജംഇ ബൈനൽ ഹാദൈനിൽ ലഫ്ളൈൻ, ഇതാണ് ഈ 2 ലഫ്ളുകളെ ജംഅ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അന്ന ഫീഹിമാ റദ്ദൻ അലാ അഹ്ലിൽ ഇഫ്റാത്തി വഅഹ്ലി തഫ്രീത്ത് ഫീ ഹഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇഫ്രാത്തിൻ്റെയും തഫ്രീത്തിൻ്റെയും ആളുകൾക്കെതിരെയുള്ള ഖണ്ഡനമുണ്ട്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര് കവിയ, മദ്ഹിൻ്റെ വിഷയത്തിൽ, പ്രശംസയുടെ വിഷയത്തിൽ അതിര് കവിയലാണ്. അപ്പോൾ അബ്ദുല്ലാ എന്ന് പറയുന്നത് അവർക്കെതിരെയുള്ള ഖണ്ഡനമാണ്, അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് പറയും. ഇനി തഫ്രീത്ത് എന്ന് പറഞ്ഞാലോ, ഉള്ള മദ്ഹ് പറയാതിരിക്കുക, അല്ലെങ്കിൽ കുറക്കുക, അതും പാടില്ല. ഇപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ അതിനാണ്. അപ്പോൾ റസൂലും അല്ല എന്ന് പറഞ്ഞാലോ, റിസാലത്തില്ല എന്ന് പറയുമ്പോൾ നിഷേധിക്കലായി, അള്ളാഹുവിൻ്റെ റസൂൽ അല്ല എന്ന് പറയും. അപ്പം തഫ്രീത്തിൻ്റെ ആളുകൾക്ക് എതിരെയുള്ള ഖണ്ഡനവും ആയി. വഫീഹി റദ്ദുൻ അലല്ലദീന ഗലൗ ഫീ മദ്ഹിഹി മിൻ അസ്ഹാബിൽ ഖസായിദ്, ഇനി ചില ഖസീദകൾ, ആ ഖസീദൻ്റെ ആൾക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തതിന് അതിര് കവിച്ചിൽ നടത്തിയിട്ടുണ്ട്, അതിനെതിരെയുള്ള ഖണ്ഡനവും ഇതിലുണ്ട്. ഖസീദത്തുൽ ബുർദത്തി വൽ ഹംസിയ, ഖസീദത്തുൽ ഹംസിയ, ഖസീദത്തു ബുർദ എന്നൊക്കെ അറിയപ്പെടുന്ന ഖസീദ. വഗൈരിഹിമാ മിനൽ ഖസായിദി ശിർകിയ അല്ലത്തി ഗലത് ഫീ മദ്ഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിൻ്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ടുള്ള ഖസീദകൾ. ഹത്താ ഖാല അൽ ബൂസൂരി ഇങ്ങനെ വരെ പറഞ്ഞു, എന്ത്, ഖസീദത്തു ബുർദയിൽ, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. യാ അക്റമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും മാന്യരി, അതൊക്കെ കറക്റ്റാണ്. മാലി മൻ അലൂദു ബിഹി, എനിക്ക് അങ്ങല്ലാതെ ആരാണ് അഭയം നൽകുന്നവൻ? സിവാക്ക, അങ്ങല്ലാതെ, താങ്കളല്ലാതെ, ഇന്ദ ഹുലൂലിൽ ഹാദിസിൽ അമമി, നിറ വലിയ സംഭവം സംഭവിക്കും, നിറ ഖിയാം നാളിൽ, ആ സമയത്ത് എനിക്ക് അങ്ങല്ലാതെ, ഖിയാം നാളിൽ നിന്നായിരിക്കും എൻ്റെ ഉദ്ദേശം, എന്താട്ടെ, റസൂലല്ലാതെ ആരാണ് അഭയം നൽകുന്നവൻ എന്നാണ് പറയുന്നത്. നസി അള്ളാഹു സുബ്ഹാനഹു വതആല, അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല മറന്നു. തുമ്മക്കാൽ, പിന്നെ പറഞ്ഞത് ഇല്ലം തകും ഫീ മഅദി ആഖിദം ബിയദി ഫദ്ലൻ വ ഇല്ലാ ഖുൽ യാ സല്ലത്തൽ ഖദമി, അവിടെയൊക്കെ പറയുന്നത് എന്താണ്?
എൻ്റെ കൈക്ക് പിടിക്കാൻ, എൻ്റെ മടക്ക സമയത്ത് എൻ്റെ കൈക്ക് പിടിക്കാൻ താങ്കളില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രശംസയാണ്. യാനി മായുൻജിഹിമനൻ നാരിയോമൽ ഖിയാമത്തി ഇല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഖിയാമത്ത് നാളിൽ അവനെ രക്ഷപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നുള്ളത് ശരിയാണ്. ആ ഷഫാഅത്ത് സ്വീകരിക്കണം തീരുമാനിക്കുന്നതൊക്കെ അള്ളാഹുവാണ്. അപ്പോൾ എല്ലാവരുടെ വിഷയത്തിലും റസൂൽ ഷഫാഅത്ത് സ്വീകരിക്കില്ല, റസൂൽ ഷഫാഅത്ത് ചെയ്യാനും പറ്റില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കുള്ള മാത്രം, അള്ളാഹു പറയുന്നവർക്ക് മാത്രം ഷഫാഅത്ത് ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റൂ എന്നതാണ്. അപ്പോൾ അവസാനം കുറേ ആൾക്കാർ അവിടെ ബാക്കിയാവും ഷഫാഅത്ത് ചെയ്തിട്ടും നരകത്തിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറ്റി പറയുന്നത് എന്താണ്? വജബത്ത് അലൈഹിമുൽ ഖുലൂദ്, അവർക്ക് ശാശ്വതവാസം നിർബന്ധമായിരിക്കുന്നു. പിന്നെ റസൂലിൻ്റെ ഷഫാഅത്ത് അവർക്ക് ഉപകരിക്കില്ല, അവർക്ക് റസൂൽ ഷഫാഅത്ത് ചെയ്യൂല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഷഫാഅത്ത് ചെയ്യും. അങ്ങനെയുള്ള ഷഫാഅത്ത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ പിന്നെ അബൂ താലിബിനെ ഹിദായത്ത് കാക്കണം, ഇസ്ലാം സ്വീകരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം നടന്നില്ല, അള്ളാഹു നടത്തി കൊടുത്തിട്ടില്ല എന്നതാണ്. فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. ബുർദക്കാരൻ പറയുന്നത് ഇത് അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ മറുവശം, അതായത് ആഖിറത്തായിരിക്കും. വമിൻ ഉലൂമിക്ക, അങ്ങയുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹിലെയും കലമിലെയും അറിവൊക്കെ. അപ്പോൾ ലൗഹിൽ മഹ്ഫൂദിലുള്ളൊക്കെ മുസ്ലിംകൾക്ക് അറിയാമെന്നുള്ളിടത്ത് എത്തി. ആ ദുനിയാവല്ല ആഖിറത്ത് കുല്ലുഹാ മിൻ ജൂദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവ് ആഖിറത്തൊക്കെ നബിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അമ്മല്ലാഹു ഫലൈസ ലഹു ഫളൽ, അപ്പോൾ പിന്നെ അള്ളാഹ്ക്കൊന്നുമില്ല. അൽ ബഅദ ഹാദൽ ഉലുവി മിൻ ഉലുവ്, അപ്പോൾ ഇത് അല്ലാതെ ഇത് പിന്നെ ഒലുവല്ല, പിന്നെ എന്തോ ഒലുവ, ഇതൊക്കെ അമിതത്വമാണ്. വല്ലൗഹുൽ മഹ്ഫൂദ് വൽ ഖലം അല്ലദീ കതബല്ലാഹു ബിഹി അൽ മഖാദിർ ഹാദാ ബഅദു ഇൽമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനസിയല്ലാഹ് തമാമൻ വൽ ഇയാദു ബില്ലാഹ്. അപ്പോൾ ഇതൊക്കെ റസൂലിൻ്റെ ഇൽമാണെന്നും അള്ളാഹിനെ അവർ പൂർണ്ണമായിട്ട് മറന്നു, അള്ളാഹുൽ ശരണം. കദാലിക മൻ നഹജ അലാ നഹ്ജിൽ ബുർദത്തി മിമ്മൻ ജാഅ ബഅദ, ബുർദയുടെ അതേ നഹ്ജിൽ പിന്നീട് വന്ന് ചിലരും കൊണ്ടുവന്നു. വഹകാഹു മിൻ ഫി ഹാദൽ ഉലൂം, ഈ ഉലൂവുകൾ ഉദ്ധരിച്ചു. വഹാദാ കുല്ലുഹു മിൻ അൽ ഉലൂവി ഫി മദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഇത്റാ, ഇതൊക്കെ ഇത്റായിൽപ്പെട്ടതാണ്. അമിതമായിട്ട് മദ്ഹ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിൽ ഉലൂവ് അതിർ കവിച്ചും വരലാണ്. അമ്മൽ മുഅ്മിനൂന, എന്നാൽ മുഅ്മിനീങ്ങൾ ഫയംദഊന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഫീഹി മിൻ സിഫാത്തിൽ ഹമീദത്തി വൽ റിസാലത്തി വൽ ഉബൂദിയ്യത്തി, സ്തുത്യർഹമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ, അതേപോലെ റിസാലത്തിൻ്റെ കാര്യങ്ങൾ, ഉബൂദിയ്യത്ത് അള്ളാഹുവിൻ്റെ അബ്ദാണെന്നുള്ള വിഷയം, ഇത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവിശ്വാസികൾ മദ്ഹ് ചെയ്യുന്നത്. ഖമാ അർഷദയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി മാർഗദർശനം ചെയ്തതുപോലെ. ഖമാ അലൈഹി ശുഅറാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന മദഹൂഹും വഅഖറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തതുപോലെ അവർ അംഗീകരിച്ചതുപോലെ. മിസൽ ഉദാഹരണം ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ സുഹൈർ, അബ്ദുല്ലാഹ് ബിൻ റവാഹ, ഇങ്ങനെയുള്ള വഗൈരിഹിം മിൻ ശുഅറാഇർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന മദഹൂഹു ബിസ്ഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്ത ഷുഅറാക്കൾ, കവികൾ, സ്വഹാബാക്കളായിട്ടുള്ള കവികൾ ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഫത്തുകൾ വെച്ചിട്ട് വറദ്ദു അലൽ കുഫാരി വൽ മുശ്രിക്കീൻ, അവർ കാഫിരിങ്ങൾക്കും മുശ്രിക്കുകളുടെ എതിരിൽ ഖണ്ഡനം എഴുതി, കവിതകൾ എഴുതി. ഹാദാ ഹുവൽ മദ്ഹു സ്വഹീഹുൽ മുഅ്തദിൽ, ഇതാണ് ചൊവ്വായ നേരായ ശരിയായ മദ്ഹ്. അല്ലദീ ഫീഹി അൽ അജ്റു വഫീഹിൽ ഖൈർ, അതിന് കൂലിയുണ്ട്, അതിൽ ഖൈറുണ്ട്. വഹുവ വസഫഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്ഫാത്തിഹിൽ കരീമ മിൻ ഗൈരി സിയാദത്തിൻ വലാ നുഖ്സാൻ. അപ്പോൾ അത്തരം കവിതകൾ മദ്ഹുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർധനവോ കുറവോ ഇല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യമായ സിഫത്തുകളെ വസ്ഫ് ചെയ്ത് വിശേഷിപ്പിച്ചു എന്നതാണ്.